ൊപ്പം ഇപ്പോൾ CPIM വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ് ചേരുകയാണ്. കെ റഫീഖ്, സ്വീപർ തസ്തികയിൽ നിയമനത്തിന് ശുപാർശ ചെയ്ത IC ബാലകൃഷ്ണന്റെ കത്തിപ്പോൾ ഞങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇതുവരെ എന്താണ് തെളിവെന്നതായിരുന്നല്ലോ കോൺഗ്രസിന്റെ ചോദ്യം. തെളിവുണ്ട്. അതെ, തീർച്ചയായും എല്ലാ തെളിവുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ അങ്ങേയറ്റത്തെ നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് ഇതിൽ നടന്നിട്ടുള്ളതെന്ന് വളരെ കൃത്യമായി വ്യക്തമാവുകയാണ്. MLA എന്ന നിലയിൽ IC ബാലകൃഷ്ണൻ അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വെച്ചുകൊണ്ട് കൊടുക്കുകയാണ്. പരസ്യമായുള്ള നിയമന തട്ടിപ്പാണ് ഈ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ളത്. ഇവിടെ വിജയേട്ടന്റെ കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, തന്റെ മകനെ ജോലിയിൽ നിന്ന് ഒഴിവാക്കി IC ബാലകൃഷ്ണൻ MLA മറ്റൊരാളുടെ മകൾക്ക് വേണ്ടി 25 ലക്ഷം രൂപ വാങ്ങിയിട്ട് നിയമനം നൽകി എന്നതിനെ സംബന്ധിച്ച് വിജയേട്ടന്റെ കത്തിൽ വളരെ കൃത്യമായി പറയുന്നു. അതിന് ആ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയാണെന്ന് തെളിയിക്കുന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ MLA എന്നതിനെ കൊടുത്തിട്ടുള്ള കത്തും പുറത്തു വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഒരു നിയമനം നൽകാൻ വേണ്ടി 25 ലക്ഷം രൂപ കൈപ്പറ്റുകയും എന്നിട്ട് ആ വ്യക്തിക്ക് നിയമനം നൽകാൻ MLAയുടെ ലെറ്റർ പാഡിൽ കത്ത് നൽകുകയും ചെയ്യുക എന്നുള്ള അങ്ങേയറ്റം കുറ്റകരമായ ഒരു പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. MLA അധികാരം ദുർവിനിയോഗം ചെയ്യുന്നതിനുള്ള പ്രവർത്തനം കൂടെയാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയും ഇങ്ങനെ ഓരോ തെളിവുകൾ പുറത്തു വന്നിട്ടും ഇത്രയേറെ കാര്യം വന്നിട്ടും MLA സ്ഥാനത്ത് അദ്ദേഹം ഇപ്പോൾ തുടരുന്നു എന്ന് പറയുന്നത് ഈ നാടിന് തന്നെ അപമാനമായി മാറിയിരിക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വം എന്നിട്ട് അതിനോട് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നതും വളരെ ഗൗരവമായി തന്നെയാണ് കാണേണ്ടത്. ഒരു നിമിഷം പോലും അദ്ദേഹത്തിന് ഇനി MLA ആയി തുടരാനുള്ള അവകാശമില്ല. വളരെ ഗൗരവമായ വിഷയമാണ് ഇപ്പോൾ പുറത്ത് കൂടുതൽ വന്നിട്ടുള്ളത്. ശ്രീ കെ റഫീഖ്, താങ്കൾ കണ്ടു കാണുമല്ലോ, അദ്ദേഹം ഇപ്പോൾ ഒളിവിലാണ്. 15-ാം തീയതി വരെ കോടതി ഇപ്പോൾ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അറസ്റ്റ് തടഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ 1-ാം പ്രതിയാണ് IC ബാലകൃഷ്ണൻ MLA സ്ഥാനത്ത് തുടർന്നുകൊണ്ട് ഈ കേസ് അദ്ദേഹത്തിന് നേരിടുന്നതിന് മറ്റു തടസ്സങ്ങളില്ല. കോൺഗ്രസിന്റെ മറ്റ് MLA-മാരൊന്നും രാജിവെച്ചത് നമ്മൾ കണ്ടിട്ടുമില്ല. MLA സ്ഥാനത്ത് ഇരുന്ന് തന്നെയാണ് അവർ കേസ് നേരിടുന്നതും മറ്റ് വിൻസെന്റിന്റെ ഒക്കെ അടക്കം കാര്യങ്ങളിലായാലും. അതുപോലെ തന്നെയുള്ള ഒരു സമീപനമായിരിക്കില്ലേ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിലും ഇനി അങ്ങോട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഒരു ഉപസമിതിയൊക്കെ വന്ന് അന്വേഷിച്ചു പോകുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും ഒരു നടപടി അത് പ്രതീക്ഷിക്കുന്നുണ്ടോ CPIM? അല്ല, കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന നടപടി നമ്മൾ ഈ വിഷയത്തിൽ വളരെ ഗൗരവമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ആദ്യഘട്ടം മുതൽ വിജയേട്ടന്റെ മരണത്തിന് പോലും, അതായത് ഇതിൽ മറ്റ് കേസുകൾ പോലെ കാണേണ്ട വിഷയമല്ലല്ലോ. അതായത് DCCയുടെ ട്രഷറർ പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വഹിക്കുന്ന ഒരാൾ, 5 പതിറ്റാണ്ടുകാലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ഒരാൾ, അദ്ദേഹമാണ് മരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകനെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് മരിച്ചിരിക്കുന്നത്. 2 മരണം നടന്നിരിക്കുന്നു. അതിന് ഉത്തരവാദിത്വം ഇന്ന ആളുകളാണ് എന്ന് അദ്ദേഹം തന്നെ എഴുതി വെച്ചിരിക്കുന്നു. ആ എഴുതി വെച്ച കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി ഇപ്പോൾ ശരിയാണെന്ന് തെളിയിക്കുന്ന രൂപത്തിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുന്നു. അതായത് വിജയേട്ടൻ എഴുതി വെച്ച കത്തിൽ പറയുന്ന കാര്യം തന്നെയാണല്ലോ ഇപ്പോൾ MLAയുടെ ലെറ്റർ പാഡിൽ കത്ത് പുറത്തു വന്നപ്പോൾ മനസ്സിലാവുന്നത്. അദ്ദേഹം പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നു. ഇത് മറ്റേതെങ്കിലും ഒരു കേസുമായോ മറ്റേതെങ്കിലും വിഷയമായോ താരതമ്യം ചെയ്യാൻ കഴിയുന്ന വിഷയമല്ല. 2 മരണമൊക്കെ സംഭവമാണ്. വലിയ രൂപത്തിലുള്ള പിൻവാതിൽ നിയമനത്തിന് വേണ്ടി നടന്നിട്ടുള്ള തട്ടിപ്പിന്റെ വിഷയമാണ്. അതിനെല്ലാം നേതൃത്വം കൊടുത്തത് MLA ആണെന്ന് പകൽ പോലെ വ്യക്തമായിരിക്കുന്നു. ഇനിയും അദ്ദേഹം ഈ രൂപത്തിൽ തുടരുന്നത് ഒക്കെ നാടിന് തന്നെ അപമാനമാണ്. അതിൽ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്ന നിലപാട് നമുക്കറിയാം. ഇതിൽ ആദ്യഘട്ടം മുതൽ വിജയേട്ടനെ അപമാനിക്കുകയും അദ്ദേഹത്തിന്റെ കുടുംബത്തെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇപ്പൊ ഉപസമിതി എന്ന നിലയിൽ വന്നു എന്നൊക്കെ നിങ്ങൾ സൂചിപ്പിച്ചല്ലോ. ആ സമിതിയൊക്കെ മുൻപും ഇവർ ഇതേ വിഷയത്തിൽ തന്നെ വരികയും അന്ന് ക്ലീൻ ചിറ്റ് IC ബാലകൃഷ്ണൻ കൊടുക്കുകയും ചെയ്യുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇപ്പോഴും അതേ നിലപാട് തന്നെ അവരുടെ ഭാഗത്തുണ്ടാവുള്ളൂ. അതായത് ഇതിന്റെ എല്ലാം സാമ്പത്തിക പങ്ക് KCC നേതൃത്വത്തിലെ പലരും പറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന രൂപത്തിലേക്കാണ് അവരുടെ നടപടി വരുന്നത്. ഇനിയും ഇങ്ങനെ ഈ തുടരുന്നതിന് പകരം അടിയന്തരമായി രാജിവെക്കുക എന്നതാണ് അല്പമെങ്കിലും മര്യാദയുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. അത് ആ നിലയിലുള്ള നിലപാട് സ്വീകരിക്കുന്നില്ല നേതൃത്വവും. കോൺഗ്രസ് നേതൃത്വവും അതിനെ ഒത്താശ ചെയ്യുകയാണല്ലോ, അല്ലാതെ അദ്ദേഹത്തെ ഒഴിവാക്കാൻ ആവശ്യമായ നിലപാടല്ലല്ലോ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ശ്രീ കെ റഫീഖ്, NM വിജയനെ ഈ അഴിമതി സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നേതാക്കളെ നേരത്തെ തന്നെ അറിയിച്ചതാണ് എന്നുള്ളതും വ്യക്തമാവുകയാണല്ലോ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മഹത്യ എന്നതിനപ്പുറം അദ്ദേഹത്തെ കൊലയ്ക്ക് കൊടുക്കുകയല്ലേ കോൺഗ്രസ് നേതൃത്വം ചെയ്തത്? അതാണ് CPIM നേരത്തെ മുതലേ പറഞ്ഞു വെക്കുന്നത്. അതായത് 2021 വിജയേട്ടൻ KPCCക്ക് കൊടുത്ത കത്ത് നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ പുറത്തുവിട്ടതാണ്. അതായത് 2021 ആ ഘട്ടത്തിൽ KPCC കൊടുത്ത കത്തിന്റെ ഭാഗമായി ആ ഘട്ടത്തിൽ തന്നെ KPCC നേതൃത്വം ഇടപെടൽ നടത്തുകയും ആ പണം തിരിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. പല നേതാക്കളെയും കണ്ട് അദ്ദേഹം ഈ വിഷയങ്ങൾ സംസാരിച്ചതിനെ സംബന്ധിച്ച് അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. പല തരത്തിലുള്ള ഇടപെടൽ അദ്ദേഹം നടത്തി നോക്കിയിട്ടുണ്ട്. പക്ഷേ KPCC നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ആ നിലയിലുള്ള ഒരു ഇയാൾക്ക് അനുകൂലമായി
വിജയത്തിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കാത്തതിന്റെ കൂടെ ഭാഗമായിട്ടാണല്ലോ ഗത്യന്തരമില്ലാത്ത അദ്ദേഹം മരണത്തിനിരയാക്കേണ്ടി വന്നത്. അതുകൊണ്ട് ആത്മഹത്യയെന്നോ അല്ലെങ്കിൽ ശ്രോതാ മരണമെന്നോ ചുരുക്കി കാണാൻ വേണ്ടി കഴിയില്ല. പകരം ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വം നടത്തിയിട്ടുള്ള ഇരട്ട കൊലപാതകമാണ്. അതുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വം ഇതിന് ഉത്തരവാദിത്വമുണ്ട്. ഇനിയും ഇതെല്ലാം ഇക്കാര്യത്തിൽ CPIM-ന്റെ തുടർ നിലപാടും നടപടികളും എങ്ങനെയാണ്? ശ്രീ കെ റഫീഖ്, തുടർ പ്രതിഷേധങ്ങളിലൂടെ മുന്നോട്ട് പോകണം. കാരണം നിയമപരമായ കാര്യങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്, ജാമ്യം നേടാനുള്ള നീക്കങ്ങളും ഒക്കെ അവർക്ക് നിയമപരമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതിലെ ഒരു രാഷ്ട്രീയ ശരികേടുണ്ടല്ലോ. കത്ത് കിട്ടിയിട്ടും മിണ്ടാതിരുന്ന കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വം, വയനാട് MP അടക്കം ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടതല്ലേ? മനുഷ്യത്വ വിരുദ്ധമായ ഒരു സമീപനം സ്വീകരിക്കുന്നു എന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമായി മാറുകയല്ലേ ഈ രണ്ടുപേരുടെ മരണം? അതെ, മനുഷ്യത്വരഹിതമായ നിലപാട് തന്നെയാണ് ഈ കാര്യത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, KPCCയുടെ അധ്യക്ഷൻ, അതുപോലെ പ്രതിപക്ഷ നേതാവ്, ഇവരൊന്നും ഇത്ര വലിയൊരു നേതാവ്, കോൺഗ്രസിന്റെ ഏറ്റവും സമ്മതിതനായ 5 പതിറ്റാണ്ടുകാലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ഒരാളുടെ വീട്ടിലേക്ക് മരിച്ചിട്ട് പോലും വന്നിട്ടില്ല, ഒന്ന് സന്ദർശിക്കാൻ പോലും വന്നിട്ടില്ല. പ്രിയങ്ക ഗാന്ധി വാദ്ര, ഈ മണ്ഡലത്തിന്റെ MP, ഒരു അനുശോചന കുറിപ്പ് പോലും എഴുതാൻ വേണ്ടി തയ്യാറായിട്ടില്ല. അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം മനുഷ്യത്വരഹിതമായ നിലപാട് സ്വീകരിക്കുന്നു. ഇപ്പോഴും കുടുംബത്തെ ആക്ഷേപിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു. ഞങ്ങൾ CPIM എന്ന നിലയിൽ ഈ വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭം മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച 13-ാം തീയതി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാഷ് തന്നെ പങ്കെടുത്തുകൊണ്ട് പദ്ധതിയിൽ പ്രതിഷേധ പരിപാടി ഞങ്ങൾ സംഘടിപ്പിക്കുന്നു. മനുഷ്യത്വങ്ങൾ പോലെയുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നു. കൃത്യമായി ഈ വിഷയം ഉയർത്തിപ്പിടിച്ചു ശക്തമായ പ്രക്ഷോഭമായി ഞങ്ങൾ മുന്നോട്ട് പോകും. നിയമത്തിന്റെ മുമ്പിൽ ഇവർ വരേണ്ടി വരും. ഇപ്പൊ കോടതി താൽക്കാലികമായി അറസ്റ്റ് ചെയ്തതെന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കോടതിയുടെ ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാൽ തീർച്ചയായും വസ്തുതകൾ പരിശോധിക്കുന്ന ഘട്ടത്തിൽ ഇവരെ നിയമത്തിന് മുമ്പിൽ വരും. അതിപ്പോ പ്രതി ചേർക്കപ്പെട്ട 1-ാം പ്രതിയാണ് MLA. അതുപോലെ 2-ാം പ്രതി NDFS എന്ന് പറയുന്ന DCCയുടെ അധ്യക്ഷനാണ്. അത് ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഇതിലെല്ലാം പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. എന്നിട്ടും കോൺഗ്രസ് ഈ നിലയിലുള്ള നിലപാട് സ്വീകരിക്കുകയാണ്. ഒരു മനുഷ്യൻ, അതും ആയുഷ്കാലം മുഴുവൻ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ മകനെയും ചേർത്ത് നിർത്തി മരിക്കേണ്ടി വരുന്ന ദാരുണമായൊരു സംഭവം ഉണ്ടായിട്ട് പോലും കോൺഗ്രസ് ഇങ്ങനെ നിലപാട് സ്വീകരിക്കുമ്പോൾ കോൺഗ്രസിന്റെ വികൃത മുഖമാണ് കേരളീയ സമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ അഴിമതി, അധികാരം ഉൾപ്പെടെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് വലിയൊരു നിയമന തട്ടിപ്പിന് IC ബാലകൃഷ്ണൻ MLA നേതൃത്വം കൊടുത്തിരിക്കുന്നു എന്നാണ് ഈ കത്ത് പുറത്തു വരുന്നത് വ്യക്തമാകുന്നത്. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധമാണ് ഇതിന്റെ ഭാഗമായി വീഴുന്നത്. ആ പ്രതിഷേധം ഏറ്റെടുത്തുകൊണ്ട് CPM പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകും. ഓക്കെ, വളരെ നന്ദി. വയനാട് CPIM ജില്ലാ സെക്രട്ടറി കെ റഫീഖാണ് പ്രതികരിച്ചത്. സാനിയോ മനോമി നമുക്കൊപ്പം തുടരുന്നുണ്ട്. സാനിയോ മനോമി, ഈ കത്ത് ഒരു തെളിവായി തന്നെ മാറുകയാണ്. അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇത്